അലൈക്കും. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, SSFന്റെ ധർമ്മവിപ്ലവ പോരാളികളെ, കൂട്ടുകാരെ, സാഹിത്യോത്സവിന്റെ കഥ പറയൽ വേദിയിലാണല്ലോ നാം കണ്ടുമുട്ടിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ കഥ പറഞ്ഞും പാട്ടുപാടിയും നമ്മുടെ സർഗവാസനകൾ പ്രകടിപ്പിക്കുകയും വയർ നിറയെ ഭക്ഷണവും കഴിച്ച് സുഖമായി ജീവിക്കുകയും ചെയ്യുമ്പോൾ ഫലസ്തീനിലെ എസ്പെഷ്യലി ഗാസയിലെ നമ്മുടെ കൂട്ടുകാർ എന്ത് ചെയ്യുകയാവും ഇപ്പോൾ? അതാണ് എന്റെ ചിന്ത. കേട്ടില്ലേ നമ്മൾ ഗാസയിലെ SBS കാരനായ ഇബ്രാഹിം ദവാസിയുടെ കഥ? ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 8 വെള്ളിയാഴ്ച പിതാവ് സുഹേറിന്റെ കൂടെ ജുമാക്ക് പോകാനിരുന്ന ആ പൊന്നുമോൻ ബാപ്പ എന്തോ കാരണത്തിനാൽ ഒന്ന് വൈകിയപ്പോൾ ഒറ്റക്ക് മുമ്പേ പോയി. അപ്പോഴാണ് ഇസ്രായേൽ കാട്ടാളന്മാർ അവൻ പോയ പള്ളിക്ക് നേരെ ശൽവർഷം നടത്തിയത്. പള്ളി തകരുകയും ആ കൂട്ടുകാരൻ പിടഞ്ഞു മരിക്കുകയും ചെയ്തു. അന്ന് തന്നെ മറ്റു 2 പള്ളികൾ കൂടി ആ യഹൂദി രാക്ഷസന്മാർ തകർക്കുകയും ചെയ്തു. എന്താ ഇതൊന്നും തടയാൻ ലോകത്തിലെ ഏറ്റവും സമ്പന്നന്മാരായ മുസ്ലിം രാജ്യങ്ങൾക്ക് പോലും പറ്റാത്തത്? ഈ ചിന്തകൾ എന്നെ ഓർമ്മിപ്പിച്ചത് ലോക ചരിത്രത്തിലെ മഹാനായ മുസ്ലിം ഭരണാധികാരി പരിശുദ്ധത്തിൽ ജെറുസലേമിനെ യൂറോപ്യൻ ക്രിസ്ത്യാനികളിൽ നിന്ന് മോചിപ്പിച്ച സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കഥയാണ്. ഒപ്പം ആ കുരിശുദ്ധങ്ങളും. അല്ല കൂട്ടരെ, എന്റെ വിചാരങ്ങള് നിങ്ങൾക്കത്ര പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ടല്ല. ചിലരൊക്കെ മുഖം കാണുമ്പോ എന്നാലും നിങ്ങളിതൊന്ന് കേൾക്കും. 2ാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ജെറൂസലം കീഴടക്കിയത് മുതൽ സുമാർ 470 കൊല്ലക്കാലം ബൈത്തുൽ മുഖദ്ദസ് സ്ഥിതി ചെയ്യുന്ന ജെറൂസലേം ഭരിച്ചിരുന്നത് മുസ്ലിങ്ങളായിരുന്നു. എന്നാൽ AD 1097 നടന്ന 1ാം ക്രിസ്തുയുദ്ധത്തില് യൂറോപ്പിലെ ക്രിസ്ത്യാനികൾ ജെറൂസലേം കീഴടക്കി. വേറെ ഒന്നല്ല, ഇന്നത്തെ പോലെ തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായ അനേകം. ഇങ്ങനെ ആകെ കുയഞ്ഞ് മറിഞ്ഞ് കിടക്കുന്ന സമയത്താണ് നമ്മളെ കഥാപുരുഷൻ മിസ്രിലെ ഒരു ചെറിയ സ്ഥലത്ത് ഭരണാധികാരിയാകുന്നത്. ആൾ നല്ല ധീരനായിരുന്നു എന്ന് മാത്രമല്ല നല്ല കൈൻഡുമായിരുന്നു. നിങ്ങൾ അറിയോ, 1ാം ക്രിസ്തുയുദ്ധത്തിൽ 70,000 ആൾക്കാരാണ് ആ ക്രിസ്ത്യാനികൾ കൊന്നൊടുക്കിയത്. എന്നാലും 3ാം ക്രിസ്തുയുദ്ധത്തില് എത്ര ദാപരമായിട്ടാണ് നമ്മൾ സലാഹുദ്ദീൻ അയ്യൂബ് പെരുമാറിയുന്നത്. ആരൊക്കെയാണ് 3ാം ക്രിസ്തുയുദ്ധത്തിൽ ക്രിസ്ത്യാനി പക്ഷത്തുണ്ടായിരുന്നത്? യൂറോപ്പിലെ കൊലകൊമ്പന്മാരായ ഫെഡറിക് ബാർബറോഡ് ഓഫ് ജർമ്മനി, റിച്ചാർഡ് ഫസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട്, പിന്നെ ഫ്രാൻസിലെ ഫിലിപ്പ് ആഗസ്റ്റിസ്, ഇങ്ങനെ എല്ലാ രാജാക്കന്മാരും കൂടി നമ്മൾ സലാഹുദ്ദീനെ എതിർക്കാൻ നോക്കി. പക്ഷെ സാധിച്ചോ? ലാസ്റ്റ് തോപ്പിട്ട് തിരിച്ചു പോകേണ്ടി വന്നില്ലേ? എന്താണ് നമ്മളെ സലാഹുദ്ദീൻ അയ്യൂബിന്റെ പ്രത്യേക ഗുണം നിങ്ങൾക്ക് അറിയോ? അത് അപാരമായ ഇഖ്ലാസ് ആയിരുന്നു. മൂപ്പരുടെ കൈ മുതൽ. അതല്ല കൂട്ടരെ, ഇപ്പൊ നമ്മളെ യാപ്പിസ്താദിന്റെയും പ്ലസ് പോയിന്റ് അത് ഇല്ലാത്തതല്ലേ? സമ്പത്തൊക്കെ ഉണ്ടായിട്ടും മുസ്ലിം രാജ്യങ്ങളും ഇങ്ങനെ ബാക്ക് സീറ്റിലാവാൻ കാരണം. അപ്പൊ എന്ത് കാര്യത്തിന് ഇറങ്ങാണെങ്കിലും ഇഖ്ലാസ് വേണം, എന്നാലേ വിജയിക്കാൻ പറ്റും. ഇതാണ് എന്റെ കഥന്റെ സത്യം. എന്നാ പിന്നെ ഞാൻ എന്റെ കഥ നിർത്തട്ടെ. എല്ലാ കാര്യങ്ങളിലും ഇഖ്ലാസോടെ പ്രവർത്തിച്ച് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും ഉൾപ്പെടുത്തട്ടെ. ഫലസ്തീനുകൾക്ക് നാഥൻ സൗഖ്യം നൽകട്ടെ. ആമീൻ. ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കഥ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.